ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ.
നിക്കാണ്. ഫത്തോ ഡാ വരണുണ്ട്. വേം വാടാ. എത്ര നേരായിടാ വിളിക്കണത്? അണക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പോയിരിക്കി. കഴിക്ക്. ആ മതി മതി. അല്ല, നിങ്ങൾ ഇനി പോണില്ല? അക്കായിട്ട് പറയാണോ? ഇല്ലടി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഉമ്മക്ക് മുട്ട വേണ്ടേ? അർബാബ് 2 വലിയ ഉരു ഉണ്ടാക്കണത്. മതി. അതിന്റെ മുഴുവൻ കാര്യങ്ങളും മൂപ്പർ എന്നെ ഏൽപ്പിച്ചിക്കണ. ആ അർബാബിന് തീരെ സുഖല്ല. അതുകൊണ്ട് എല്ലാം ഞാനാ നോക്കി നടത്തണ്ട്. 20-25 കോടിന്റെ ഉരുകളാ. നിങ്ങൾ ഒറ്റക്കോ? ഒറ്റക്ക. ഇവനും കൂടി ഉണ്ടല്ലോ എന്റെ കൂടെ. പൈസ മുഴുവനും എന്റെ പേരിലാ വരിക. ആശാരിമാർക്ക് കൂലി കൊടുക്കാനോ മരമില്ലിൽ പൈസ കൊടുക്കാനോ ഒക്കെ ഞാൻ തന്നെ വേണം. ഫത്തോ, ഇന്റെ കൂടെ ഉണ്ടാവണോ? ഇതെല്ലാം കൂടി ഇപ്പാക്ക് ഒറ്റയ്ക്ക് പറ്റൂല. ഇപ്പ എനിക്ക് MBA വേണപ്പാ. MBA 5ാം ക്ലാസ് തൊട്ട് എന്നല്ലേ രണ്ട് വലിയ ഉരുവിന്റെ പണി നോക്കാൻ അർബാബ് ഏൽപ്പിച്ച്. മനുഷ്യന് വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അതിന് എൻ്റെ MBA കുന്തോ ഒന്നും വേണ്ട. അല്ലിപ്പ, ഞാനൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് ഓ നന്നായി പാടുക്ക. ഓനും ചങ്ങായിമാരും കൂടി പാട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്ത് മാപ്പിളപ്പാട്ടാ? മാപ്പിളപ്പാട്ടല്ല മോളെ, ഓന്റെ പാട്ട് പരിപാടിന്റെ പേരെന്താനി? എന്റെ ഇമ്മച്ചി ബാൻഡ്, മ്യൂസിക് ബാൻഡ്. ബാൻഡാ? എന്ത് ബാൻഡ്? അതൊന്നും ഇവിടെ പറ്റൂല. അതൊക്കെ ഈ നിർത്തിക്കൊള്ളണം. എന്നിട്ട് എൻ്റെ കൂടെ ഉരുവിൻ്റെ അടുത്ത് വന്നോളണം. അതുകൊണ്ട് ഒരു ബാൻഡ്. ആ നിങ്ങൾ എന്തിനാന്ന് വെറുതെ വേജാറാവുന്നു? ഫത്തു നല്ല മോനാ. നിങ്ങൾ പറയണൊക്കെ കേക്കും. നിങ്ങൾക്ക് പ്രഷറും ഷുഗറൊക്കെ ഉള്ളാന്ന്. യോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പോയിട്ട് വരാം. റഷീദെത്തിയല്ലോ. ആ ശ്രീധരേട്ടാ, ഇതാണ് ഉരുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ. ശ്രീധരേട്ടാ, എന്താ ഇപ്പോഴത്തെ സ്ഥിതി ഇതാ ഇങ്ങനെയൊക്കെ പോണു. ഇത് നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെന്നൊരു പേടിയുണ്ടേനി. ഏതായാലും നിങ്ങൾ വന്നു നന്നായി. അതെ, നിർത്തി എല്ലാവരും വരി. ഇത് റഷീദ് അർബാബിലൂടെ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. മൂപ്പരാണിപ്പോൾ നമ്മൾ അർബാബ്. അപ്പോൾ നമ്മളെ കഷ്ടകാലമൊക്കെ മാറാൻ പോകുന്നതായിരിക്കാം. ഇനി പൈസ കിട്ടിയില്ല എന്നുള്ള ബേജാറ് നിങ്ങൾക്ക് ആർക്കും വേണ്ട. അത് നന്നായി. എത്രയും പെട്ടെന്ന് നമുക്ക് ഉരുവിന്റെ പണി തീർക്കണം. അർബാബിന് സൂക്കേട് മാറിയാലേ
ദാന്ന് പറഞ്ഞ് മൂപ്പർ ഇങ്ങോട്ട് എത്തും. കോഴിക്കോടും ബേപ്പൂരും ഒക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയാം റഷീദ് ഞാൻ അജയ് ഫത്താഹിന്റെ ബാൻഡിലുള്ള ആളാ. അല്ലോടെ ഇപ്പം ബാൻഡ് അടിക്കാൻ പോവാ. ആ ബാൻഡല്ലേ മേസ്ത്രി. അജയോ എങ്ങനെയുണ്ട്? ചേലക്കാതെ പോടാ ഓൻ്റെ ഒരു മക്കാറാക്കല്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. വാലേക്കും സലാം. അസനാർക്ക ഇരിക്കി. ഇരിക്കില്ല, ഇരുന്നാൽ അങ്ങോട്ട് ഉറപ്പ് കിട്ടൂല. എന്നാലും ഇരുന്നാളാ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോണ്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ കല്ലായിൽ മരത്തിന്റെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ വല്യങ്ങാടിയിൽ കുറച്ച് അരിന്റെ പരിപാടി ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മീൻ മാർക്കറ്റൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് മീനും അതും ഇതൊക്കെ വലിയ വണ്ടിയിൽ അങ്ങനെ കോടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിലൊക്കെ നടക്കുന്നുണ്ട്. ഞാനാ മറന്നുപോയി. ആയിഷ, ചായ ഒന്നും വേണ്ട, അതിനൊക്കെ സമയമുണ്ട്. അസേനാർക്ക് വന്നിട്ടുണ്ട്. ഈ 2 സുലൈമാനും എടുത്താ. അതൊക്കെ അവിടെ കട്ടെ. ഓളെന്തോ തിരക്കിലാണെന്ന്. എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല. ഞാൻ എന്നോട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ഇങ്ങോട്ട് വാ. എന്തേ? ഈ ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് എൻ്റെ അർബാബ് എന്നെ ഏൽപ്പിച്ച ഉരുവിൻ്റെ എല്ലാ കാര്യവും നോക്കാനാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കോടികളുടെ പരിപാടിയാണെന്നും എനിക്കറിയാം. ഇത് കേൾക്ക്, നല്ല മൂട് പോകുന്നു. ഈ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ എൻ്റെ അർബാബിനോട് പറഞ്ഞ് ഈ ഉരുവിൻ്റെ സംഭവത്തിൽ ഒരു ഷെയർ എന്നെ കൂടി കൊള്ളിക്കണം. എന്റെ അസേനാർക്ക ഓല് കച്ചവടത്തിലൊന്നും ആരെയും കൂട്ടൂല. ഓർക്ക് അതൊന്നും ഇഷ്ടാവൂലെന്ന്. ഈ ഒരു കാര്യം ചെയ്യും. ഈ പറഞ്ഞാൽ കേൾക്കാത്ത അർബാബ് ഒന്നും അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അർബാബ് ഈ ഉരുവിൻ്റെ പരിപാടിക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി. നമ്മളെ വേണ്ടപ്പെട്ട ഒരാളാണ് അസൈനാർ. അസൈനാർക്ക് ഈ ഉരുവില് ഒരു എന്താണ് ഇത് കൂടെ, എന്താണ് അതിന് പറയാ, സയറ് കൂടാൻ അയാൾക്ക് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് മൂപ്പരൊന്ന് ഇതിൽ കൂട്ടണം എന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്റെ അസൈനാർക്ക കൂട്ട് കച്ചവടം ഒന്നും ഓർക്ക് ഇഷ്ടാവൂല. അതിന് അയാൾക്ക് എത്ര കോടി വേണമെന്ന് പറഞ്ഞോ, ഞാൻ തരാം. ഇനി പിണക്ക് കടായിട്ട് വേണോ, 1-2 കോടി എനിക്ക് വേണമെങ്കിൽ അത് എനിക്ക് തരവും വേണ്ട, കടവും വേണ്ട, വെറുതെ ഒന്ന് കൂട്ടിക്കും. പക്ഷെ ഷെയർ എനിക്ക് തരണം. നിങ്ങളെ മനസ്സിലെ പൂതി എനിക്ക് മനസ്സിലായി. പക്ഷെ അസൈനാർക്ക നിങ്ങളിപ്പൊ പറഞ്ഞ പൂതി എന്തായാലും നടക്കൂല. പൂതിയല്ല മോനത്, പൂതിയാണ്, എന്നാലും ഒരു പൂതി തന്നെയാ. അല്ല ഇവിടുത്തെ എവിടെ പോയി? ആയിഷ, സുലൈമാനി എടുക്ക്. അസൈനാർക്കൊക്കെ തിരക്കുണ്ട്. ഒന്നും വിചാരിക്കരുത്, എനിക്ക് ചായയും വേണ്ട, ഒന്നും വേണ്ട. എന്തായാലും വീട്ടിലേക്ക് വരാൻ മറക്കരുത്. ഈ ആ ഉരുവിന്റെ കാര്യം ഷെയറിന്റെ കാര്യം മറക്കരുത്. അസൈനാർക്ക അത് മാത്രം നടക്കൂല. ഞാൻ പറഞ്ഞില്ല അസൈനാർക്ക, ഓർക്ക് അത് ഇഷ്ടപ്പെടൂല. സുലൈമാനി കുടിച്ചിട്ട് പോവാന്ന്. അല്ല സുലൈമാനി കുടിക്കുക. അപ്പം ഈ പറഞ്ഞായിട്ട് പൊന്നെ എന്തോ മാതിരിയാ. ഞാൻ പോരെ കൂടുതലും തലേന്ന് വരുമെന്ന് പറഞ്ഞാൽ പോരാ. ഈ ഉരുവിന്റെ കാലത്ത് ഒരു തീരുമാനമാക്കിയിട്ട് വന്നാൽ മതി. എനിക്കറിയാം ഈ ശരിയാക്കുന്നു എനിക്കറിയാം. കഴിച്ചാലായ മതി. അല്ല മോനെ, ഈ എന്താ ഇവിടെ കുത്തിരിക്കണത്? ഒരു ചായ കുടിക്കാം. തന്നെ ചായ കുടിക്കുക? ഇവിടെ ചായപ്പീട ഉണ്ടായിട്ട് ഈ പുറത്തൊന്നും കുടിക്കുക? അല്ല, നല്ല പ്രകൃതിയാണല്ലോ, അപ്പം ആസ്വദിച്ച് കുടിക്കാന്ന് വെച്ചു. അത് നല്ല കാര്യമാണ്. ഞാൻ എൻ്റെ അവിടെ പോയി വരിക. എൻ്റെ ഉപ്പനെ കണ്ടിന്, വർത്താനൊക്കെ പറഞ്ഞു. ഉപ്പനെ കണ്ടോ? ഉപ്പനെ കണ്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോരുക. പിന്നെ ഉപ്പനെ കണ്ടതൊക്കെ സത്യ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം എന്നെ കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തൊക്കെ? അർബാബു എൻ്റെ ഉപ്പയും കൂടെ ഇവിടെ ഒരു ഉരു ഇറക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരു ഷെയർ വേണമെന്ന് ഞാൻ എൻ്റെ ഉപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉപ്പ പറയണമെന്ന് പറഞ്ഞാൽ അർബാബിന് അതിന് തീരെ താല്പര്യമില്ല, അങ്ങനത്തെ പരിപാടിക്ക് പുറത്തുനിന്ന് ആളെടുക്കൂല എന്നാ പറയുന്നത്. പക്ഷെ എൻ്റെ ഉപ്പ പറഞ്ഞാൽ അർബാബ് കേൾക്കും. അതിനെക്കാട്ടും മുന്നേ ഈ ഒന്ന് ഉപ്പനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അല്ലേക്ക, ഞാൻ ഇപ്പാനോട് ഇതിനെ പറ്റി ഒന്നും സംസാരിക്കാറില്ല. പൊന്നു മോനെ, എങ്ങനെയെങ്കിലും ഒന്ന്. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ലേക്ക. ഞാനിപ്പോ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇതാക്കട. ഒരു ചായ ഇല്ല, 2 ചായ കുടിച്ചടാ. ചായ വേണ്ടക്ക, ഞാൻ ശ്രമിക്കാം. മതി. ശ്രമിച്ചിട്ട് അത് ഇതാക്കി തന്നാൽ മതി.
ഉപ്പാനോട് പറഞ്ഞ ആ ഉരുവിൻ്റെ കാര്യം ഒന്ന് തീരുമാനാക്കണേ. നോക്കാം. എന്നാ ശരി. ആ ആയിക്കോട്ടെ, ഈ പറഞ്ഞ കേൾക്കൂ. ഓക്കെ. നോക്കി പോയിക്കോളണ്ടേ. ആ ശരി എന്നാ. പറയണട്ടോ, മറക്കണ്ടേ. ആ. ഓ അത് കണ്ടോ, കാണുന്നൊക്കെ ശരിക്കും തേക്ക. കപ്പല ഈ അടിയിലുള്ളണ്ടല്ലോ ഒറ്റത്തടിയാ. ഇപ്പച്ചി സെൽഫി വാ. എവിടെടാ? നോക്കട്ടെ. ആ. അമ്മ, ഞങ്ങളെ ഉഷാറായിക്കണല്ലോ. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ല്. വാ മോളെ. ഇക്ക, ഉം. ഇതാണ് ഒരു എന്തേ? ചല്ലോ, എന്തൊരു വലിപ്പാന്നതിന്. ഉം. ഇതിലാണ് ആൾക്കാരൊക്കെ പോന്നെ. എടി, ഇത് അറബി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഉരുവാണ്. സ്വന്തായിട്ട് ഉരുവാ? ആ. നിങ്ങക്ക് എന്താ പ്രാന്താ? എന്തിരുത്ത് ഇപ്പൊ പറയണത്? അല്ലാന്ന് ഇതിപ്പോ പണി തീരാൻ കൊറേ സമയം എടുക്കൂലേക്ക? എന്റെ ഐഷു, ഏറി വന്ന 1 കൊല്ലം അത്രേ ഉള്ളൂ. ആണാ? ഇതുപോലത്തെ കൊറേ ഉരുകൾ ഉണ്ടാക്കാനാ അർബാബിന്റെ പ്ലാൻ. ആ, അതിന്റെ മുഴുവൻ പണി വെള്ളം കളിക്കാനുള്ള സ്ഥലാണത്. ഗായ്സ്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ കൊച്ചി ഷോയ്ക്ക് ശേഷം ബാംഗ്ലൂർ കൂടി ഒരു ഷോ കിട്ടിയിട്ടുണ്ട്. സോ നമ്മളത് പൊളിക്കണം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മ്യൂസിക്. അല്ല റഷീദേ, പണിക്ക് എവിടം വരെയായി? ഓ, നിങ്ങളൊക്കെ സഹായം കൊണ്ട് ഉഷാറായിട്ട് പോകണ്ട്. അല്ല, നമ്മളയക്കുന്ന മരങ്ങളൊക്കെ സമയത്തിന് കിട്ടുന്നില്ല. ഓ അതെ ഭാസ്കരേട്ടാ, മരത്തിന് കുറച്ച് കേടുണ്ടെന്ന പണിക്കാരൊക്കെ പറയണത്. ആ, മരമല്ലേ റഷീദ് ഭായി, തിരി കേടൊക്കെ വരും, അത് പ്രശ്നാക്കണ്ടെന്ന്. അല്ല, നമ്മളെ മൂത്താശ്ശേരി അവിടെ മൂപ്പരൊരു കല്യാണത്തിന് പോയി. അത് ശരി. അല്ല, നിങ്ങൾക്ക് മരത്തിന് വല്ല കുറവുണ്ടോ? ആ, അത് പറഞ്ഞപ്പോളാ കുറച്ച് തേക്കിന്റെ കുറവുണ്ട്. ആ, കുറച്ചാക്കണ്ടെന്ന്. എത്ര കുബീക്കാന്ന് പറഞ്ഞ പോരെ, നമ്മളിവിടെ ഇറക്കി തരും. ആ, പിന്നെ ബെന്തേക്ക്, കരിമരുത്, മരുത്, ഇതിലേത് വേണമെന്ന് പറഞ്ഞാ പോരെ. ഭാസ്കരേട്ടാ, ഇപ്പൊ തന്നെ കുറെ ബില്ല് പെൻഡിങ് ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. എന്താണ് റഷീദ് ഭായി, അന്നോടാ പൈസ ചോദിച്ചിക്കണ്. പിന്നെ മൂത്താശാരി എന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം അറിയാലോ. ഓരന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിക്കണം. അന്ന എനിക്ക് വലിയ ഇഷ്ടാ. പിന്നെ ഒരു ദിവസം കുടുംബമായിട്ട് പൊരയിലൊന്ന് വരണട്ടോ. ഓ സന്തോഷം ഭാസ്കരേട്ടാ. ആ, പിന്നെ ഈ 2 ഉരു ഇറങ്ങിക്കഴിഞ്ഞാല് അർബാബിന്റെ അടുത്ത് നിന്ന് എത്ര ഓർഡർ വേണം പിടിച്ചോളി. മരം നമ്മൾ ഇവിടെ എത്തിച്ചേരും. നമ്മൾ തമ്മിലാ ബിസിനസ്, മനസ്സിലായോ? എന്നാ പിന്നെ പറഞ്ഞ മാതിരി. ഓ ശരി. ഈ അതിന്റെ അളവ് നോക്കിനോ? എന്തേ തണ്ടാ കാട്ടിക്കൂട്ടുന്നത്? ഏയ് നശിപ്പിച്ച് അളന്ന് നോക്കടാ. അജയാ, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? മേലെ കൊണ്ടുവെക്കടാ, കൊണ്ടുവെക്കടാ. അളവ് ശരിക്ക് വെക്കടാ. ആ ശരി മേശ്ശേരി. ആ അങ്ങനെ തന്നെ. അച്ഛന്ന് തീർക്കേണ്ട സമയൊക്കെ ആയിട്ടോ. അവിടുന്ന് ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല. എന്നാലും പറഞ്ഞ സമയത്ത് നമ്മൾ തീർക്കണ്ടേ? ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും. നിങ്ങൾ ബേജാറാണ്. നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ തീർക്കാം. മൂത്താശ്ശേരി നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എനിക്ക് എന്തിനാ ബേജാറ്? അല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണ് നോക്കിക്കുന്നത്? അത് ചെയ്തൂറ. ഇതാണ് കണ്ണ് തെറ്റിയാൽ ഈറ്റിയാൽ തോന്നുകയും ചെയ്താൽ. നിങ്ങൾ പേടിക്കണ്ടെന്ന്, ഓലതങ്ങ് ഉഷാറായിക്കോളൂ. ഉഷാറായാലോ ഇന്ന മൈൻഡ് ചെയ്യില്ല. നമസ്കാരം, ഞാൻ സോഫിയ KM. പുതിയ തലമുറയ്ക്ക് അത്ര സുപരിചിതമല്ലാത്ത വാക്കാണ് ഉരു എന്നത്. എന്നാൽ ഒരു കാലത്ത് ബേപ്പൂർ ഉരു എന്നത് ലോകമെമ്പാടും പ്രശസ്തമാണ്. ഇവിടത്തെ മൂത്താശാരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബേപ്പൂരിലെ ഉരു എന്നത് ഒരു വിസ്മയം തന്നെയാണ്. നമുക്കറിയാം ഉരുവിന്റെ കൂടുതൽ വിശേഷങ്ങൾ. ബേപ്പൂരിൽ ഉരു നിർമ്മാണം തുടങ്ങിയത് എപ്പോഴാണ്? അതിപ്പം എന്നാന്നിപ്പോ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങളിവിടെ തലമുറകളായിട്ട് മാറി 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 എടുത്തതൊരു തൊഴിലായി. മാത്രമല്ല
ഞങ്ങളൊക്കെ അറിവിൽ ബേപ്പൂരിന്റെ ചരിത്രം തന്നെ ഈ ഉരു നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉരുവിന്റെ പേരിലാണ് ബേപ്പൂർ അറിയപ്പെടുന്നത്. പിന്നെ ഇത് ചരിത്രം പരിശോധിച്ചാൽ 5000 കൊല്ലം മുമ്പ്, പിന്നെ ക്രിസ്തുവിന് ഒരു 1000 കൊല്ലം മുമ്പ് സോളമൻ്റെ കാലത്ത് ഒക്കെ ഇവിടുന്ന് നിലമ്പൂർ തേക്ക് കൊണ്ടുപോയിട്ടാണ് അവിടെ ദേവാലയങ്ങളൊക്കെ പണിതതെന്ന് പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 100-500 കൊല്ലമായി കാണും. എന്നാൽ ഇന്ന് കൃത്യം അറിയില്ല. ഈ മുസ്ലിങ്ങളെ മെക്കയിലെ കൈബ പൊളിച്ചു പണിതപ്പം അതിന് 4 കാലുകൾ ഉണ്ടായിരുന്നത് തേക്കാണ്, നിലമ്പൂർ തേക്കാണെന്ന് മനസ്സിലായത്. അതിൽ മലയാള അക്കങ്ങളാണ് കൊത്തിയിരുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായത്. അപ്പം അത്രയും പഴക്കം ഇതിലുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ഉരുവിന്റെ രൂപകൽപ്പന ചെയ്യുന്നത് എങ്ങനെയാണ്? അത് രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് കണ്ടില്ലേ, ഒരു തടി അടിമരം, അതിന് പാണ്ടി എന്ന് പറയും. അതാണ് ആദ്യം വെക്കുന്ന മരം. അതിന്മേലാണ് പിന്നെ ബാക്കി ഫ്രെയിമൊക്കെ വരുന്നത്. അത് നമ്മളെ കരിമരുതി, ഇരുളി എന്നൊക്കെ പറയുന്ന മരങ്ങളാ. അത് ഒറ്റ വര വെക്കുക. അത് 60, 50, 40 ഒക്കെ നീളത്തിൽ വെക്കും. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ ആ മരങ്ങൾ കിട്ടാനില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഇപ്പം ഈ ഫോറിൻ മരങ്ങളാ. അതുപയോഗിച്ചിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ അത് പാണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ 2 സൈഡിലേക്ക് ഇങ്ങനെ അതിന്റെ ഫ്രെയിം വരും. ഇങ്ങനെ വളഞ്ഞിട്ട്. ഇതിന് പ്ലാവ് പല മരങ്ങൾ ഉപയോഗിക്കും. അതിന് മുടക്ക് എന്ന് പറയും മരത്തിന്. അതിങ്ങനെ ഈ രൂപം അലങ്കോലായി കിടക്കുന്നതിന് നമ്മൾ മുടക്ക് എന്ന് പറയുമല്ലോ, അതുപോലെ മുടക്കാച്ചരക്കാനുണ്ട്. അങ്ങനത്തെ മുടക്കാച്ചരക്ക് ഉപയോഗിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതിൽ പിന്നെ തേക്കിന്റെ പലവൊക്കെ അടിച്ചിട്ടാണ് ഉരു നിർമ്മിക്കുന്നത്. ഇത് പിന്നെ ഒരു എഞ്ചിനീയറിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അന്ന് ആശാരിന്റെ മനസ്സിലുള്ളത് പുറത്ത് രൂപം കൊണ്ടുവരുന്നതാണ് ഈ ഉരു. ഓലെ മനസ്സിലാണ് ഇതിനെല്ലാ കണക്കുകളും. ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇതിന് ഇന്ന മരമൊന്നുമില്ല. തേക്ക്, ബെണ്ടേക്ക്, പിന്നെ കരിമരുത്, ഇതെല്ലാം ഉപയോഗിക്കും. ഇപ്പൊ പിന്നെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഈ വിദേശ മരങ്ങളെ ആശ്രയിക്കുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ തേക്ക് പോലുള്ള പലതരം മരങ്ങളാണ് ഒരു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്ന്. അവ എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നത്? ഈ മരങ്ങളൊക്കെ ഇത്രയും നീളമുള്ള പാണ്ടിയൊക്കെ വെക്കണ കരിമരുതൊക്കെ നിലമ്പൂരിനാണ്. എല്ലാ മരങ്ങളും, ഈ പ്ലാവായാലും കരിവാകായാലും തേക്കായാലും ഒക്കെ നിലമ്പൂരിന് കാറ്റുനിന്ന് വെട്ടിയിട്ട് ചാലാർ പോയാലൂടെ തരപ്പം കെട്ടി പാണ്ടിയാക്കി കൊണ്ടുവരുന്നതാ. അല്ലാതെ ഇത്രയും മരങ്ങൾ ഇവിടെ നാട്ടിൽ കിട്ടാനില്ലല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ഉരുകളാണ് ഇപ്പൊ ഇവിടെ നിർമ്മിക്കുന്നത്? ഇവിടുന്ന് ഈ അറേബ്യയിലേക്ക് ചരക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ഉരു, പിന്നെ ഈ ആഡംബര ഉരു എന്ന് പറയും. ഇവരെ ഈ അറബികളുടെ കുടുംബത്തിനൊക്കെ ഓർക്ക് സഞ്ചരിക്കാനും ഈ ആഘോഷങ്ങൾക്കൊക്കെ, പിന്നെ റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇത്തരം ഉരുകളിലാണ് പണ്ട് വിസയും പാസ്പോർട്ടും ഒന്നും ഇല്ലാതെ കള്ളലോഞ്ച് കയറി പോകുന്നില്ലേ, അങ്ങനെ പോയത് ഇതിലാണ്. എത്ര കാലമെടുക്കും ഏകദേശം ഒരു ഉരു നിർമ്മിച്ചു കഴിയാൻ? അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല കാലത്തിന്. സാമ്പത്തികം അനുസരിച്ചിരിക്കും. നിർമ്മിക്കുന്ന ആളടുത്ത് കാശുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് തീർക്കാം. എത്രയും പെട്ടെന്ന് തീർത്തു കൊണ്ടുപോകാം. അതല്ലേ. ആരാണ് ഈ ഒരു ഉരു നിർമ്മിക്കുന്നത്? ഇതാ ഈ വിദഗ്ധരായ ആശാരിമാരൊക്കെ തന്നെ. അങ്ങനെയല്ല, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉരു നിർമ്മിക്കുന്നത്? അതിന് പൈസ കൊടുക്കുന്ന ഉടമകൾക്ക് വേണ്ടി. ഈ ഉടമകൾ ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ഈ ഉരു നിർമ്മിക്കാൻ? അത് ഞാൻ ഇതിന്റെ ഒരു മൂത്താശാരിയാ. ഇവിടെ റഷീദ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അവനെ അറബികൾ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഏത് രാജ്യത്തെ അറബികളാണ് ഈ റഷീദ് എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിച്ചത്? അറബി രാജ്യത്തുള്ള അറബികൾ. അതെ, അറബി രാജ്യം കുറെ ഉണ്ടല്ലോ. അതിൽ ഏത് രാജ്യത്തെ ഏത് അറബിയാണ് റഷീദ്? ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് അറബികളുടെ അഡ്രസ് അങ്ങ് തരാം. പോയിട്ട് സൗകര്യം പോലെ അന്വേഷിച്ചു. വേറെ പണിയുണ്ട് ഇവിടെ. അല്ല പോലെ സാറേ, നിൽക്കൂ. ഇത്രയും ആൾക്കാർ ഇവിടെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ ഏത് അറബിയാണ് ഏൽപ്പിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ലേ? ഭയങ്കര പ്രതിസന്ധിയിലല്ലേ നിങ്ങൾ വെക്കണത്? ഈ ഉരുവിന്റെ മോനെ എടുക്കാത്തതിൽ നമ്മക്കല്ല, ഇന്റർവ്യൂ എടുക്കാത്തതിൽ ഇങ്ങക്കാ പ്രതിസന്ധി. ചോദിച്ചൊന്നും പോരെ സാർ, ഒരു മിനിറ്റ്, ഇത് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ സാറേ. അല്ലേ പോലെ നിക്ക് സാറേ, പ്ലീസ്. ഇതെന്തൊക്കെ, ഒന്ന് പെട്ടെന്ന് വാ സാറേ. നിൽക്കൂ സാറേ, ലാസ്റ്റ് ഒരു ചോദ്യം കൂടി സാറേ, പ്ലീസ് സാറേ. ഒന്ന് പോയിട്ടാ. പുറലോകം അറിയാത്ത വൻ പ്രതിസന്ധിയിലൂടെയാണ് ഒരു നിർമ്മാണം ഇപ്പോൾ കടന്നു പോകുന്നത്.
ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിർമ്മാണം ഏകദേശം ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഫണ്ട് പലതരത്തിൽ ബ്ലോക്ക് ആയതാണ് ഇതിന്റെ കാരണമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആരാണ് ഈ പ്രതിസന്ധിയുടെ പിന്നിലെന്ന് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, 1-2 പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. റഷീദ് പോലുള്ള 1-2 പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവർ എത്രത്തോളം ഇതിന്റെ ഭാഗമാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇവിടുത്തെ മൂത്താശാരി അടക്കം പറയുന്നത് ഇതിന്റെ മൂത്താശാരി ഞാനാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല സാർ, അത് ഇതിന്റെ ബാക്കി ഇവിടെ വന്നത്. അതിപ്പോ ഒരു നിർമ്മാണത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു നിർമ്മാണത്തിന്റെ ചരിത്രം അറിയാനോ ഉള്ള ചരിത്രം കുളമാക്കാനോ? അല്ല സാറേ, അതിപ്പോ വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്. ആൽവിൻ, എന്താ 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 പറ്റി? ആൽവിൻ, എന്താ പറ്റി? ആൽവിൻ, എന്താ? നിന്നെ സ്നേഹിക്കാൻ നിന്റെ ഫാമിലി ഉണ്ടല്ലോടാ. എനിക്ക് ആരാടാ ഉള്ളത്? എനിക്കാകെ എൻ്റെ സിസ് മാത്രമല്ലേ ഉള്ളൂ. എന്നേക്ക് നീറ്റേ എടാ, ഈ ഹോസ്പിറ്റലിലേക്ക് വാ. ഞാൻ റസീദിനെ അന്വേഷിച്ച് നടക്കുകയെന്ന്. എന്താ ശ്രീധരേട്ടാ? ഒന്നുമില്ല, മില്ലിയർക്ക് മരത്തിന്റെ പൈസ കൊടുക്കണ്ടേ? ഒരുക്കല്ലേ കഴിഞ്ഞ ആഴ്ച കൊടുത്ത്. അതെ, എന്നാലും എത്ര കൊടുക്കാനുണ്ട് ഇനി? എന്റെ അച്ഛന്റെ കാലത്തുള്ള ബന്ധമാണ് ഞങ്ങൾ ഒരേറ്റ്. പിന്നെ അതൊന്നും ഇപ്പോഴത്തെ മലയാളിമാർക്ക് അറിയില്ല. എന്നാലും നമ്മളായതിന്റെ പേരിലാണ് അവർ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടിത്തന്നത്. അർബാബ് പൈസ അയച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് ബാങ്കിൽ പോയി നോക്കട്ടെ. ഓ, ഇന്നപ്പോ തന്നെ നോക്ക്. ഇപ്പൊ മണി 4 കഴിഞ്ഞില്ലേ? നോക്കാം. ഓ, ഫത്താഹ് എവിടെയെന്ന് നിങ്ങൾക്കും അറിയില്ല, അവൻ്റെ വീട്ടുകാർക്കും അറിയില്ല. സാറേ, ഞാൻ പറഞ്ഞല്ലോ, അവൻ കൊച്ചി പോയതാ 2 ദിവസത്തേക്ക് മ്യൂസിക് ബാൻഡിന്റെ ആവശ്യത്തിന്. ആൽവിൻ്റെ ബ്ലഡ് റിസൾട്ട് വന്നിട്ടുണ്ട്, ഡ്രഗ് ഉപയോഗിച്ചതിന് തെളിവായിട്ട്. സീ ഹോഴ്സസ് അതല്ലേ നിങ്ങളുടെ മ്യൂസിക് ബാൻഡിന്റെ പേര്? അതെ സാർ. ഫത്താഹ് ഈ ബാൻഡിന്റെ ആരാ? മാനേജിംഗ് കം പാർട്ണർ. മറ്റേ പാർട്ണർ? സ്റ്റാൻലി ജോസഫ്. ഗൾഫിലെ വ്യവസായി അല്ലേ? ആ. ഫത്താഹിന്റെ മുറി എവിടെയാ? മോളിലാ സാർ. മോളെവിടെ? മോളത്തെ റൂം. ആദ്യത്തെ മുറിയാണോ? ആ. ഉണ്ടോ? അവനവിടെ ഉണ്ടോ? അവിടെ അറിയില്ല സാർ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? പുറത്തു പോയതാ സാർ. കൊച്ചി പോയതാ. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി പോയതാ സാർ. എനിക്ക് നോക്കാലോ അല്ലേ? പാടാ പാടാ.
ഉം. എന്താടാ ഫത്തായിന്റെ മുറി പൂട്ടിട്ടത്? അത് അവൻ പുറത്തു പോയതാ. സാർ അത് ഭർത്താവ് പുറത്തു പോകുമ്പോൾ അവൻ പൂട്ടിയിട്ട് പോകുന്നു. ഈ ഫത്താ ആളെങ്ങനെയാ? ഓൻ കഞ്ചാവ് അടിക്കോ? ഇല്ല സാർ, ഏ ഇല്ല. നിന്റെ പേരെന്താ? സനീഷ്. നീ കഞ്ചാവ് അടിക്കോ? നീ എന്തിനാ അവനെ നോക്കുന്നത്? ഇല്ല സാർ. ഇതൊരു നിലയ്ക്ക് പോണ ലക്ഷണമൊന്നും കാണുന്നില്ല. കുറച്ച് വെള്ളം കുടിക്കും മക്കളെ. എന്താ ഇത്? സാർ അത് ചിയാ സീഡ്സ് ആണ് സാറേ. എന്ന് വെച്ചാ? സാർ അത് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് സാർ. നീ കുളിക്കാറൊന്നുമില്ലേ? എന്താ മുടിയും താടിയൊക്കെ എങ്ങനെ? എന്താ പൻ്റെ ഒരു കോലം? അയ്യടാ, ബാൻഡിന്റെ ഒരു സ്റ്റൈലാ സാർ. ഇതോ ആടിനെ പോലെയോ? ഡാ, ഈ ആൽവിനെ കുറിച്ച് പുറത്തുള്ള അഭിപ്രായം അത്ര വെടിപ്പല്ല. വളരെ മോശമായിട്ടുള്ള അഭിപ്രായം. അവനെങ്ങനെയാ? ഇവിടുന്ന് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? സാർ, ഞങ്ങളെ മ്യൂസിക് ബാൻഡിലുള്ള ആൾക്കാർ പുറത്തു പോയി എന്തൊക്കെ ചെയ്യുന്നതെന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല. പിന്നെ ഇതിനുള്ളിൽ ഈ വീട്ടിലാരും മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല. ഇവിടെ ഉള്ളവരാരും കൊണ്ടുവരലുമില്ല. നിങ്ങളെ കുറിച്ച് കുറെ കംപ്ലൈൻസ് ഓൾറെഡി സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി വൈകും വരെ നിങ്ങൾ ഈ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാറേ, ഞങ്ങൾ രാത്രി 10 മണി പ്രായമായ ആൾക്കാർക്കും കുട്ടികൾക്കും രോഗികൾക്കും ഒക്കെ വലിയ പ്രശ്നമാണ്. സാറേ, ഞങ്ങൾ രാത്രി 10 മണി വരെ ഇവിടെ റിഹേഴ്സൽ ചെയ്യുന്നുള്ളൂ. പിന്നെ റിഹേഴ്സൽ ചെയ്യുന്ന തന്നെ വീട്ടിൻ്റെ അകത്തുനിന്നാ. പുറത്തുനിന്നാണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. നിങ്ങൾക്ക് പകൽ സമയം മ്യൂസിക് ചെയ്താൽ പോരെ? സാർ, എൻ്റെ പേര് അജയൻ. ഞാനവിടെ ഉരുവിൽ ആശാരിയാ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആശാരിമാരാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇത് മുരളി, ഓൻ കൽപ്പണി കൊണ്ടാ സാർ അവൻ്റെ കുടുംബം പോറ്റുന്നത്. ഇത് സനീഷ്, ഓൻ കോളേജ് പഠിക്കുക. പിന്നെ അല്ലറ ചില്ലറ പണിക്ക് പോയിട്ട് കുടുംബം പോറ്റുക. പിന്നെ ഫത്താഹ്, ഓൻ MBAക്ക് പോകാൻ നിൽക്കുക. ഓൻ്റെ വീട്ടിലാണെങ്കിലും കലാപരിപാടിക്ക് പോകുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോവുക സാറേ. അല്ലാണ്ട് ഞങ്ങളിവിടെ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല സാറേ. അതൊന്നും എനിക്കറിയണ്ട. ഫത്താഹ് എപ്പോ ഇവിടെ എത്തുന്നോ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് അകത്തിടും കേട്ടോ. ഇങ്ങ് മാറിക്കടാ. എന്താപ്പ ചെയ്യ? ഈ പണിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ? ഗൾഫിൽ നിന്ന് പൈസ വരാൻ ചിലപ്പോൾ ഇങ്ങനെ ലേറ്റ് ആവലുണ്ട്. ആരാ റഷീദ്? എന്താ സാർ കാര്യം? റഷീദ് നിങ്ങളല്ലല്ലോ? അല്ല സാർ, ഞാനാണ്. ഫത്താഹ് നിങ്ങളുടെ മകനാണോ? അതെ സാർ. ബാ. ശ്രീധരേട്ടാ, കാര്യം പറയാതെ ഒരാളെ കൊണ്ടുപോവാണോ? അത് പറയാൻ നിങ്ങളാരാ? ഇവിടുത്തെ മൂത്താശ്ശേരിയാണ് സാർ. ഇയാളുടെ മകനും കൂട്ടുകാരും ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് പരാതിയുണ്ട്. അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. ഫത്താഹ് മാത്രമില്ല, അവൻ മുങ്ങിയിരിക്കുക. മ്യൂസിക് ബാൻഡിന്റെ സ്ഥലത്തുമില്ല, ഇയാളുടെ വീട്ടിലുമില്ല. പിന്നെ അറിയാവുന്ന ഒരേ ഒരാൾ ഇയാളാണല്ലോ. സത്യം പറ, അവനെവിടെ പോയത്? ഇല്ല സാർ, എനിക്കറിയില്ല. മാന്യമായി ചോദിച്ചതാണ്. നാളെ രാവിലെ ഫത്താഹിനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയില്ലെങ്കിൽ കേസ് പിന്നെ നിങ്ങളെ പേരിലായിരിക്കും. ഇക്കാക്കാനെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ. മോളുടെ ഇക്കാക്കപ്പ വലിയ പാട്ടുകാരനായില്ലേ, അതിന്റെ തിരക്കായിരിക്കും. ഇപ്പൊ ഇല്ലാത്തോണ്ടാ ഞാൻ ഇക്കാനെ പൊരയിലേക്ക് വിളിച്ചത്. പോടി, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. കഴിക്ക.
ബനാരാ പൊരക്കേറ്റ് കഞ്ചാവ് വലിക്കലടാ. ഇല്ലപ്പാ, ഞാൻ വലിക്കാറില്ലപ്പാ. കളവ് പറയണ്ടാ ഈ മാറേ. അന്നേ ഞാൻ എന്നോട് പറഞ്ഞതാ അവന്റെ ഓലക്കമ്പല പാട്ടും കൂത്തും ഒഴിവാക്കി ഉരുവിന്റെ അടുത്തേക്ക് വരാ. ഇപ്പൊ എന്തായി? ആരെ അനുസരിക്കാത്ത ഇബിലീസാണ് വേ. കുടുംബത്തിലും നാട്ടിലും അന്നെ കൊണ്ട് തലപൊക്കി നടക്കാൻ പറ്റണ്ടായി. എന്താ പത്തോ എന്നെ പറ്റി പറയണത്? അല്ലെങ്കിൽ ആന്റി പുരുവിന്റെ കാര്യത്തിൽ വേചാറിൽ നടക്കുമ്പോ എന്റെ ഓരോ മുടി നീട്ടി പ്രാന്തനെ പോലെ നടക്കുക. അല്ലാന്ന് നിങ്ങക്ക് ഇവിടെ മോൻ അറിയൂലേ? ഓൻ തെറ്റെയ്യുന്നു തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്തൊക്കെ നിങ്ങളിങ്ങനെ ഇന്നേ വരെ ഒന്റെ മേത്ത് നിങ്ങൾ കൈവച്ചിട്ടുണ്ടാ? ഊരോലോക്കലൂരു സമയം 5:45. ഇന്നും ലേറ്റായി. എന്തൊരു കഷ്ടമാണ്. അഡ്വാൻസ് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇവിടെ അച്ഛപ്പിക്കുന്നു ഇങ്ങോട്ട്. ഈ റസീദ് ഫോൺ എടുക്കുന്നില്ലല്ലോ. മൂപ്പർ എന്തോ ബേജാറിലാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇനി നിങ്ങൾ പോയിക്കോളി. അഡ്വാൻസ് ഒന്നും കിട്ടിയില്ലോ. അതല്ലേ അജയ പറയണത്. മൂപ്പര് വരാത്തോണ്ടാണ് തരാൻ പറ്റാത്തത്. അതിൽ വെച്ചേക്ക്. ഇതൂടെ അച്യുതാ, ഇന്റെ അടുത്ത് ആകതേ ഉള്ളൂ. ഇത് എങ്ങനെങ്കിലും ഇവർക്കൊക്കെ കൊടുത്തു വരെ സമാധാനിപ്പിക്കുക. ഇതുകൊണ്ട് ഞാൻ എന്താക്കാനാ? അല്ല മേശ്രി, നമ്മളെ ഋഷിക്ക് ഇപ്പൊ എവിടെയാ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞതിന് ശേഷം മൂപ്പരെ വായിക്ക് കണ്ടില്ല. അജയ, ഇതുകൊണ്ട് ഈ എന്തെങ്കിലും ചെയ്യേ. ഇതേ ഉള്ളൂ. എനിക്കില്ലേ? നോക്ക്. 1 2 4 5 6 ഇതിപ്പോ എന്ത് ചെയ്യണ്ട്? വാ പോവാ. വേഗം വാ ഇങ്ങോട്ട്. ഇക്ക, ഓനിക്കാനോട് എന്തോ പറയാനുണ്ടെന്ന്. 2 ദിവസമായില്ലക്ക നിങ്ങൾ ഈ വാശിയും കൊണ്ട് നടക്കുന്ന. ഓനുമ്പളല്ലത് ആരാ ഉള്ളത്? ഇക്ക, ഓൻ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചിട്ട് 2 ദിവസമായിക്ക. ഇക്കാണെങ്കിൽ ഓനോട് മിണ്ടണില്ല. ഓൻ വീട്ടിലേക്കും വരണില്ല. ഓൻ അതൊന്നും വലിക്കൂല്ലക്ക. ഓൻ്റെ ചങ്ങായിമാരെന്തോ കാട്ടിക്കൂട്ടേ. നിങ്ങൾ എന്തിനാണ് ഓനോട് ഇങ്ങനെയെല്ലാം കാണിക്കണത്? ഇപ്പോഴും മോനല്ലേ ഇക്ക. ഇപ്പ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ലപ്പാ. ഇപ്പ ഇന്നലെ മുടുക്കി പിടിച്ചപ്പോ അറിയാതെ ചെയ്തു പോയതാണ്. ഇപ്പ
ഗുളിക കുടിച്ചില്ല അച്ഛാ, ഗുളിക കുടിച്ചാ? ആ വെള്ളം കുടിക്ക. മാറട്ടോ. മേസരി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതുവരെ പണിയെടുത്തതിൻ്റെ പൈസ മുഴുവൻ എനിക്ക് കിട്ടണം. ഞാൻ എൻ്റെ അച്ഛൻ ഇവിടെ ഉള്ളതിനെ കൂടെ അത്രയും കാലം ഇവിടെ പണിയെടുത്ത് നിന്ന്. ഇവിടെ ആശാരിമാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ പണി പുറത്തുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങൾ എന്നും പറ്റിക്കല ഞങ്ങളിത്. നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് പറയും, ഞാൻ പോയിക്കോളാം. എനിക്കല്ലേ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ഞാൻ അതിൻ്റെ പണിക്ക് പോയിക്കോളാം. ചിലക്കാണ്ടിക്കടാ, എനക്കറിയോ അന്റെ ശരീരം ഈ ഉരുക, അത് മറക്കണ്ട. ഈ ഉരു അല്ല, കുരുവാ, കുരു. മേസരി, അടുത്ത മാസം അഞ്ചത്തിൻ്റെ കല്യാണമാണ്. കയ്യിലാണ് 10 പൈസയും ഇല്ല. മേസരി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മേസ്തിരി ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മേസ്തിരി തരാനുള്ള പൈസ എനിക്ക് ഫുള്ളായിട്ട് കിട്ടണം. ഇവിടെ നിന്ന് എൻ്റെ കുടുംബം പട്ടിണിയായി പോകും. ദയവേത് എനിക്ക് തരണേ. ഇയാൾ പേച്ചും തല്ലടാ, ഇയാൾക്കൊക്കെ വാങ്ങി വെച്ച് ശീലല്ലടോ ഉള്ളൂ. ഇയാൾക്കൊക്കെ കൊടുത്തിട്ട് ശീലമുണ്ടോ? നിങ്ങൾ ഉരും കെട്ടിപ്പിടിച്ച് കിടന്നോളി, പണ്ടാറടക്കി പോട്ടെ ഞങ്ങളെ പൈസ. നിങ്ങളെ വാടാ. എടാ അജിയ, അതിന് ഉത്തരവാദി ഇയാളല്ല. അച്യുതാ, വേണ്ട. അവര് പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മേസ്ത്രിയാണല്ലോ ഈ കിടക്കുന്നത്. ശരി മേസ്ത്രി, മേസ്ത്രി. അല്ല, നിങ്ങൾ ഇന്നലെ പൊരയ്ക്ക് പോയില്ലേ? എങ്ങനെ പോവും? ഞാനാണെങ്കിൽ ഒരു പോളെ കണ്ണടിച്ചിട്ടുമില്ല. എന്റെ മോനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നാക്കിന് എല്ലില്ലാത്തവരാണോ? ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ കാര്യമല്ലേ വലുത്. അച്യുതാ, എന്താ മേസരി ഇത്? ഇത്രയും പ്രായമായിട്ടും ഇന്ന് വരെ എൻ്റെ പണിക്കാരും എൻ്റെ നേരെ തിരിഞ്ഞിട്ടില്ല. ആശാരിമാർ ഉരുണ്ടാക്കുന്നത് അവരുടെ മനക്കണക്കിലാ. എൻ്റെ എല്ലാ കണക്കും പോയച്ചുതാ.
ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ കുത്തും പാറും കേൾക്കുന്നത്? ആശാരിമാർ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. മരമില്ലിൻ്റെ ഉടമ എൻ്റെ അച്ഛൻ്റെ ചെങ്ങായിൻ്റെ മോനാ. അതൊന്നും റഷീദിന് അറിയില്ല. അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഒരു ചെറിയ പ്ലാനൊക്കെ വേണ്ടേ? അയാൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കരുതിയത് ഈ ഊരൊക്കെ ചെറിയ ബോട്ട് ഉണ്ടാക്കുന്നവർ എളുപ്പത്തിൽ തീർക്കാമെന്നാണ്. നാട്ടുകാരുടെ ആക്ഷേപം മുഴുവൻ ഞാനാ കേൾക്കുന്നത്. എനിക്കെന്തിൻ്റെ കേടാണ്? ഞാൻ അയാളെ കുറ്റം പറയല്ല, അയാളല്ല ഇതിൻ്റെ ഉത്തരവാദിയെന്നും അറിയാം. എന്നാലും സമയാസമയം അറിവിനോട് പോയി പൈസ മേടിച്ചുകൊണ്ടേൻ്റെ ഇയാൾ. മാത്രമല്ല അത് അയാളെ പരാജയം തന്നെയാണ്, പറ്റാത്തതെടുത്ത് തലയെ കയറ്റി വെച്ചിട്ട്. അല്ലെങ്കിൽ അയാൾ പോയി ഗൾഫിൽ പോയി പൈസ അടിച്ചുകൊണ്ടേ. നിങ്ങൾ ബേജാറാണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യണോ? എനിക്കൊരു പ്രതിവിധി ഇല്ലതിന്. എൻ്റെ വീട് വെക്കണോ? നിങ്ങൾ സമാധാനിക്ക്, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾ വരി, ഇങ്ങോട്ട് വരി. എടാ ബാബുവോ, 2. അച്യുതൻ അറിയോ, എൻ്റെ മൂത്ത മോളിൽ 2 കുട്ടികളെയും അവരെ വീട്ടിൽ കൊണ്ടേയാക്കി. അവരിപ്പോൾ കൈയൊഴിഞ്ഞ മട്ടാണ്. ചെറിയ മോളാണെങ്കിൽ മനസ്സിന് സുഖമില്ലാത്ത കുട്ടിയാണെന്നറിയാലോ. ഇതൊക്കെ കണ്ട് എൻ്റെ ഭാര്യ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. ഞാനിപ്പോൾ അകത്തും പുറത്തും വെന്തുരുകയാണ് അച്യുത. ഈ കള്ളു കുടിക്കാനൊന്നും തോന്നുന്നേ ഇല്ല. മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, കഷ്ടപ്പാടും ദുരിതവും സന്തോഷവും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അനുഭവിക്കുക, അല്ലാണ്ട് എന്താ? അത്ര തന്നെ. എൻ്റെ ജീവിതപ്പം നമ്മൾ ഉരുവിനെ പോലെയാ. 4 ഭാഗം തിരമാലകളാണ് അച്യുത. എന്നിട്ട് ഒരു മുന്നോട്ട് പോണില്ലേ? അത്രേ ഉള്ളൂ. നിങ്ങളത് കുടിക്ക്. കുടിക്കിങ്ങളെ, നിങ്ങളെ വിഷമവും പ്രയാസമൊക്കെ അങ്ങോട്ട് പോട്ടെ. ബാബുവോ, ബാബ് 2 കപ്പയും 2 മീനും കുടിച്ചോളി. നിനക്കെന്താ ഒരു മൂഡൗട്ട്? എന്താ ചെയ്യാ, ഞാൻ കാരണം ഇമ്മ ഇപ്പം ആകെ വിഷമത്തില. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാ ഒരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഉരുവിൻ്റെ പണിക്ക് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഉരുവിൻ്റെ പണി തീരുന്നവരെ നീ ഒന്ന് സഹിക്ക്. അത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ടെൻഷനൊക്കെ മാറും. പിന്നെ നീ ഫ്രീ ആവും. നീയൊന്ന് ബാപ്പയെ കണ്ട് സംസാരിക്കേ. ഇക്ക 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 ഫോണ്. ആരാ? ഗൾഫിൽ നിന്നാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കൊണ്ട. ഹലോ. ആ എപ്പോ? ഇക്ക 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 ഫസ്നാപ്പാന് വെള്ളം കൊണ്ടോ? ഇക്ക ഫസ്ന വെള്ളം കൊണ്ടോ? റബ്ബേ ഇക്ക ഇപ്പാ ഇപ്പച്ചിക്ക് എന്താ പറ്റി ഉമ്മ? ഇപ്പാ
റഷീദേ, റഷീദ്, ആയിഷ, ഓ ആയിഷ. ആ സീതരേട്ടാ, ആ റഷീദിന് എങ്ങനെയുണ്ട്? ഓൾക്ക് ടെൻഷൻ കൂടുതലാന്നാ ഡോക്ടർമാർ പറഞ്ഞത്. എന്തപ്പ ചെയ്യ? ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക. എൻ്റെയും മോളുടെയും പണ്ടൊക്കെ എടുത്ത് കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ കടവും വാങ്ങി. ആകെ ഇനിയിപ്പോൾ ഉള്ളത് ഈ വീടാ. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. സീതരേട്ടാ, മൂപ്പർക്ക് പൊറക്കും ഇല്ല. ഡോക്ടറൊന്ന് കാണിച്ചില്ലേ? മരുന്ന് തന്നിക്കണ്. ആ, എൻ്റെ അവസ്ഥയും വല്ലാത്തൊരു തിരിയാ. വീട്ടിൽ കയറാൻ തോന്നുന്നില്ല. ആശാരിമാരാണെങ്കിൽ ഓർക്ക് കൊടുക്കാനുള്ള പൈസക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഉദുവിൻ്റെ അടുത്ത് പോകാന്ന് വെച്ചാൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ആട്ടെ, റഷീദ് ഇപ്പം എന്ത് ചെയ്യാ? അവിടെ കിടക്കുന്നുണ്ട്. സീതരേട്ടൻ വരി. ഇക്ക, ഇക്ക നോക്കിന്ന് സീതരേട്ടൻ വന്നിക്കണ്. അല്ല, ഇങ്ങനെ എത്ര വെച്ചിട്ടൊക്കെ എടുക്കുക? ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ട് അവനാൻ്റെ ആരോഗ്യം വേണ്ട ഒന്ന് നോക്കുക. ചില്ലറ ബാധ്യതയാണ് എൻ്റെ തലയിലുള്ളത്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. നാട്ടിലും കുടുംബത്തിലും വലിയ കടക്കാരനായി. നിങ്ങൾക്കറിയോ ശ്രീധരേട്ടാ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഉറുപ്പ്യ ഞാൻ ആർക്കും കൊടുക്കാണ്ടായിട്ടില്ല. 10-30 കൊല്ലം ഞാൻ ഗൾഫിലായിരുന്നു. എത്ര മനസമാധാനത്തോടെ ജീവിച്ചത്. അപ്പൊ എൻ്റെ കാര്യം മുതുമുത്തച്ഛൻ്റെ കാലം തൊട്ടുള്ള പണിയാ. ഇത്രയും കാലം മനസമാധാനത്തോടു കൂടെ ജീവിച്ച് ഒരുവിൻ്റെ മൂത്താശാരി എന്നൊക്കെ പറയുന്നതും കേൾക്കുന്നതും ഒരഭിമാനമായിരുന്നു. ഇപ്പോഴോ ആശാരിമാർക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് നാട്ടിൽ മുഴുവൻ പാട്ടായി. എന്തു ചെയ്യും? ഒക്കെ നേരിട്ടല്ലേ പറ്റൂ. അതെ, റഷീദ് ഒന്ന് എണീക്ക്, നമുക്ക് ഉരുവിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി വരാം. എന്ത് നല്ല മനുഷ്യനായിരുന്നു നമ്മളെ അർബാബ്. ശ്രീധരേട്ടൻ അറിയോ, ഞാൻ ഗൾഫിലെത്തിയപ്പോ ആദ്യം എനിക്ക് കിട്ടിയത് ഒരു കഫ്തീരിയയിലേക്ക് ചായ അടിക്കുന്ന പണി. അകത്തും പുറത്തും ഒരേ ചൂട്. ഒരു പൊടിക്ക് ഉറങ്ങാൻ പോലും എനിക്ക് സമയം കിട്ടൂല. റൂമിലെത്തുമ്പോ തളർന്നുറങ്ങിപ്പോ. പിന്നെ സുബൈക്ക് എണീറ്റ് പോണം. ഒരു ദിവസവും അർബാബ് ആ വഴിക്ക് പോകുമ്പോ കഫ്തീരിയയിൽ ചായ കുടിക്കാൻ വന്ന്. എന്റെ ചായ മൂപ്പർക്ക് വലിയ ഇഷ്ടായി. പിന്നെ അങ്ങേരെ ഇടക്കിടക്ക് വരും. ഒരു ദിവസം എന്നോട് മൂപ്പരെ വില്ലേ പോകാൻ പറഞ്ഞു. ശ്രീധരേട്ടാ, അന്ന് തുടങ്ങിയ ബന്ധ. ഇങ്ങോട്ടേക്ക് പോരുമ്പോ സുഖമില്ലാതെ കിടക്കായിരുന്ന മൂപ്പര് എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞതേ, റഷീദേ, നിന്നെ ഉരുവിന്റെ അടുത്തേക്ക് അയക്കുന്നത് എനിക്ക് പകരാ. അത് നീ മറക്കരുത്. ഒരു കാരണവശാലും ഒന്നിനും ഒരു കുറവും വരുത്തരുത്. നമ്മളെ ഈ ഉരുവിനെയും തനിച്ചാക്കി മൂപ്പര് പോയി. ഗൾഫിൽ എത്ര സന്തോഷത്തോടെ ജീവിച്ചതാ, ഒരല്ലലും ഇല്ലാതെ. ഇപ്പൊ തീ തിന്ന മനുഷ്യൻ. റഷീദേ, ഈ ഉരുവിന് നമ്മളെപ്പോലെ തന്നെ ജീവനുണ്ട്. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്, അതറിയുന്നുണ്ട്. റഷീദിനറിയോ, കുട്ടികൾ ചെറുപ്പത്തിൽ കടലാസ് തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കുമ്പോൾ ഞാൻ അപ്പോഴും ഈ ഉരുവിൻ്റെ കൂടെ ഒക്കെ തന്നെയാണ്.
എൻ്റെ കുട്ടിക്കാലം ഈ ഉരുവിനോട് കളിച്ചിട്ടും ചിരിച്ചിട്ടും വളർന്നു വന്നാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. സത്യം പറയാലോ ശ്രീധരേട്ട, ഞാനും ഈ ഉരുവിനെ സ്നേഹിച്ചു തുടങ്ങി. അങ്കിൾ എന്നെ വിളിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞു. അതേ മോനെ, കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാൻ വേണ്ടിയാ. നിന്റെ ബാപ്പ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീ അറിയോ? അർബാബ് മരിച്ച ശേഷം ഇവിടെ എന്ത് നടക്കുന്നതെന്നറിയോ? ഇവിടെ ആശാരിമാർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. എല്ലാവരും ബാപ്പനെയാണ് കുറ്റം പറയുന്നത്. അപ്പം അതൊക്കെ നിങ്ങളൊന്നറിയണം. മാത്രമല്ല, നിങ്ങളെ വീട് ജപ്തി ചെയ്യാൻ പോവാ. അതെ മോനെ. അവന്റെ ഒരു ഓനക്കപ്പല കേറി വാടാടുന്നു. ഓരോന്നൊരാടെ ചോദിച്ചിട്ട് തന്നെ കാര്യം. റഷീദേ, എടാ റഷീദേ, ഇറങ്ങി വാടങ്ങോട്ട്. വീട്ടിൽ കയറി ഒളിച്ചിരിക്ക. ഭാസ്കരേട്ടാ, നിങ്ങളിങ്ങോട്ട് കയറിയിരിക്കേ. നമ്മൾ കയറിയിരിക്കാന്ന് വന്നല്ല, മരമിൽ നിന്ന് ഇത്രയും സാധനം ആർക്കും കടം കൊടുക്കൂല. ഇത് പിന്നെ ശ്രീധരനാശാരിയും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്താ ഇത്രയും സമയം തന്നത്. മൂപ്പര വീട്ടിൽ പോയപ്പോ മൂപ്പരും ഇല്ല, മൂപ്പര കുടുംബവും ഇല്ല. ഒരാണെ അടച്ചിട്ടിരിക്ക, ഫോണാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആ മൂപ്പര് മുങ്ങി. ശരിയാണ്, നിങ്ങൾ വീട് പണയം വെച്ച് കുറച്ച് കായെന്ന്, അതുകൊണ്ടൊന്നും അവിടെ എത്തുന്നില്ലാന്ന്. ക്ഷമിക്കുന്നതിനൊരു അതിരൊക്കെ ഉണ്ട് കേട്ടോ. ഭാസ്കരേട്ടാ, പതുക്കെ. വീട്ടുകാർ കേൾക്കും. വീട്ടുകാർ കേക്കട്ടാ. അർബാബിന്റെ പേര് പറഞ്ഞ ഈ ഇത്രയും കാലം പിടിച്ചത് ഇപ്പൊ അയാള് മയ്യത്തായി. ഈ മോത്തക്കൊടാ. ഞാൻ ഒരു കാര്യം പറയാം, ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ ഞാൻ തരാം. ഈ വീടും പുരയിടവും എന്റെ പേരിലേക്ക് തന്നക്ക്. ഇതുകൊണ്ടൊന്നും ആവൂല. എന്നാലും പിന്നെ അതിനണക്ക് സമ്മതല്ലെങ്കിൽ ഞാനും എന്റെ പിള്ളേരും ഇവിടെ വന്നങ്ങ് താമസിക്കും. മനസ്സിലായടാ? ഉളുപ്പില്ലാത്തനെ. ഭാസ്കരേട്ടാ, സുലൈമാനെ വിളിച്ചിട്ട് പോലെ അമ്മമ്മന്റെ ഒരു സുലൈമാനി പറയുന്നില്ല. ഇക്ക, നിങ്ങളെ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കണം. എന്തൊക്കെ അങ്ങക്ക് നല്ലോണം ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറക്കവും ഇല്ല. എന്തൊരു കോല ഇത്? ഹേ, ഒന്നുമില്ലടി. ആശാരിമാർക്കും മറ്റുള്ളവർക്കും കുറെ കൂടി പൈസ കൊടുക്കാണ്ട്. അനക്കറിയോ, മരമില്ലാരന് പൈസ കൊടുത്തന്നെ ഈ പൊര പണയം വെച്ചിട്ടാ. നിങ്ങൾ ഈ പെര പണയം വെച്ചാ? ബദരിങ്ങള്, ഞാൻ എന്താ കേക്കണത്? എന്താ ചെയ്യണ്ട റബ്ബേ. ഇക്കമ്പളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല.
മോളാണെങ്കിൽ വലുതായി വരുന്നു. ഇപ്പൊ പേരേന്റെ കാര്യം ആലോചിക്കുമ്പോ അതിലേറെ വേജാറാവണ്. സാരയില്ലിക്ക, എല്ലാം പൊയ്ക്കോട്ടെ. എൻ്റെ ഇക്കാക്ക് പഠിച്ചവൻ ആഫിയത്തും അർക്കത്തും തന്നാൽ മാത്രം മതി. എനിക്ക് എൻ്റെ ഇക്ക എന്ന് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. വേറൊരു നിവൃത്തിയില്ല ഏട്ടാ സെനാർക്ക. നിങ്ങളന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞില്ലല്ലോ കുറച്ച് പൈസ സഹായിക്കാം. ഞാൻ ചോദിച്ചതിന് എന്തെങ്കിലും ഒരു സമാധാനം പറയാം സെനാർക്ക. ഞാനിങ്ങനെ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി നോട്ട് ഇങ്ങനെ അടിച്ചിട്ട് നേരെങ്ങനെ ഉണക്കാട്ടിക്ക. പഴയ മാതിരി കൺസ്ട്രക്ഷൻ വർക്കിനൊന്നും പൈസ കിട്ടില്ലടോ. കോടിക്കണക്കിന് പൈസ എനിക്ക് കിട്ടാണ്ട്. ആ സെനാർക്ക് നിങ്ങളിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. നിങ്ങൾ എങ്ങനെങ്കിലും പൈസ എനിക്ക് താ. നിങ്ങൾ പറഞ്ഞില്ലേ ഉരുവിന് ഷെയർ ഇടാന്ന്? എന്നോട് ഉരുവിന് ഷെയർ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അന്ന് എന്താ പറഞ്ഞേ? ഉരുവിന് ഷെയർ ഇട്ട് കഴിഞ്ഞാൽ അറബികൾ ഷെയർ കൂടൂല, ഷെയർ കൂടിയാൽ തന്നെ ഇമ്പൊക്കെ അതിൻ്റെ ലാഭം കിട്ടൂല. എന്തൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ? അല്ലെങ്കിലും എനിക്ക് എൻ്റെ മോനുണ്ടല്ലോ കുറച്ച് വിചാരം ജാസ്തിയാണ്. നിലത്ത് കൂടെ അല്ലല്ലോ നടക്കണേ, പറക്കല്ലേ പറക്കുക. അസൈനർക്ക് അർബാബിന്റെ പൈസ വരാത്തോണ്ടല്ലേ? അർബാബിൻ്റെ പൈസ വരാത്തോണ്ട് ഞാനെന്ത് ചെയ്യാനാണ്ടോ? ഈ ചിലക്കാണ്ട് പോയിക്കാ ചങ്ങായി അവിടുന്ന്. നിങ്ങളെ ഈ ഒരു എടുത്തോളി, എന്നിട്ട് പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും താ. ആഹാ, ഈ പറയണ ഉരുന്ന് കുപ്പിയിലാക്കണ ഉരുവൊന്നുമല്ലല്ലോ. ഇത് ഞാൻ തലയിൽ ഇങ്ങനെ വെച്ചോണ്ട് കിടക്കുക. ഞാൻ എന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു എൻ്റെ വയ്യാല അറിയില്ല ഞാൻ. അസൈനാർക്ക ഈ ചിലക്കാണ്ട് പോയിക്കാ കഴിയും. നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്, കുറച്ച് പൈസ എന്നെ സഹായിക്ക്. ആർക്കില്ല ഞാൻ. സക്കീറ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. റഷീദ് ഭായ്, എന്തൊക്കെയാ എൻ്റെ വിശേഷം? നല്ല വിശേഷം. ആയിഷും കുടുംബവും ഓലൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫത്തായിനിടയ്ക്ക് കാണലുണ്ട്. ചെക്കനും ഉഷാറാട്ടാ. സക്കീറെ, എന്നോടൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താ പറ്റി? എൻ്റെ വീടിൻ്റെ ഒരു ജപ്തിയുണ്ട്. 26 ലക്ഷം ഉറുപ്പ്യ അടക്കണം. നീ എന്നെ സഹായിക്കണം. എങ്ങനെങ്കിലും ഒരു 5 ലക്ഷം ഉറുപ്പ്യ നീ എന്നെ സഹായിക്കണം. 5 ലക്ഷം ഉറുപ്പ്യേ? ഞാൻ എവിടുന്ന് സഹായിക്കാനോടോ? സക്കീറെ, ഞാനും എൻ്റെ കുടുംബവും റോഡിൽ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കും. ഈ ബാങ്കുകാരോട് കുറച്ച് സമയം ചോദിക്കും. ബാങ്കുകാരോട് ഞാൻ ഒരുപാട് സംസാരിച്ച് നോക്കിയതാടോ. ഈ സംസാരിച്ചാൽ ശരിയാവണ്ടല്ലേ? ഓല് സമയം തരൂ. എടാ, അത് നീ ആരോടെങ്കിലും വാങ്ങിയിട്ടെങ്കിൽ എന്നെ ഈ സമയത്ത് സഹായിക്കണം. അന്നേക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ അസൈനാർക്കല്ലേ, അനക്കറിയില്ലേ കല്ലായില്ലേ? അസൈനാർക്കാന്റെ 5 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച വെച്ചിരിക്കണേ. അതിന്റെ ഓട്ടത്തിൽ കഴിഞ്ഞ് 2-2.5 കോടി ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ. എടാ, നീ എങ്ങനെങ്കിലും ഒന്ന് നോക്കണം. എനിക്ക് അന്ന് ആത്മാർത്ഥമായിട്ട് നോക്കാം. ഞാൻ പറയണ ഈ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് എന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പം നടക്കാത്ത അവസ്ഥയാ. 2 ആഴ്ച മുന്നെയാണ് ഈ പറയുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കേന്. പക്ഷെ അസൈനർക്ക് ഞാൻ വാക്ക് കൊടുത്തു. എടാ, എന്നാ ശരിയടാ.
ആ റഷീദേ, പോയ കാര്യം എന്തായി? അത് ഞാൻ സക്കീറിനെ കണ്ടു. ഞാൻ നമ്മളെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പൈസ അവനോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് കിട്ടിയോ? അല്ല, കിട്ടിയോന്ന്. ഓനെന്തോ ബിസിനസ് തുടങ്ങിയോണ്ട് പൈസ ബ്ലോക്കായിന്നാ എന്നോട് പറഞ്ഞ്. ഏടോ, ഓൻ തരൂല. അനക്ക് തോന്നുന്നുണ്ടോ ഓൻ തരുന്ന്? ഉണ്ടോ? അച്ചേട്ടാ, ഓനെയൊക്കെ ഞാൻ എത്ര സഹായിച്ചത്. അതുകൊണ്ടെന്താ? എനിക്കൊരാവശ്യം വന്നപ്പോൾ ആരുമില്ല. അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? അച്ചേട്ടാ, നാളെ എങ്ങനെങ്കിലും ആ ബാങ്കിൽ ഒരു 5 ലക്ഷം ഉറുപ്പിയെങ്കിലും അടയ്ക്കണം. ഞാൻ ഒരുപാട് ആൾക്കാരെ കാല് പിടിച്ച് നടന്നില്ല. ഞാനും എൻ്റെ കുടുംബം ഈ കല്ലായിപ്പോയ ചാടും. സാർ, ഞാൻ റഷീദ്. നമ്മുടെ പറമ്പത്ത് റഷീദ്. റഷീദ് ഇരിക്കേ. സാർ, ഇത് ഈ നോട്ടീസ്. റഷീദിന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വെറും ഉദ്യോഗസ്ഥരാണ്, നമുക്കിതിലൊന്നും ചെയ്യാനില്ല. അല്ല സാറേ, ഗൾഫിൽ നിന്ന് പൈസ വരാത്തോണ്ടാണ് ഇത് ലേറ്റായത്. ഞാൻ 1-2 സ്ഥലത്ത് പൈസ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 2 ദിവസം കൂടി എനിക്ക് വേണം. ഇങ്ങനെ എത്ര അവധികൾ, എത്ര അവധി നീട്ടിയാണ് ഇവിടെ വരെ എത്തിയെന്നുള്ളത് റഷീദിന് തന്നെ അറിയാലോ. അല്ല സാർ, ഞാൻ 1-2 സ്ഥലത്ത് പൈസ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉരുവിൻ്റെ ബിസിനസ് നമ്മുടെ ബാങ്കിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് 15 ലക്ഷം രൂപ നിങ്ങൾക്ക് വായ്പ അനുവദിച്ചത്. ഇതിപ്പോൾ പലിശ അടക്കം 26 ലക്ഷം രൂപയായി. ഉരുവിൻ്റെ ബിസിനസ്സും ഇല്ല, വായ്പ അടച്ചില്ല. അത് സാറേ, ഞാൻ 1-2 ആളെടുത്ത് പൈസ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കൂടി സമയം തരണം സാർ. ഞാനും എൻ്റെ കുടുംബം റോട്ടിൽ ഇറങ്ങേണ്ടി വരും സാർ. നാളെ രാവിലെ 11 മണിക്ക് നമ്മൾ അവിടെ എത്തും. അതിനു മുമ്പ് എടുക്കാൻ പറ്റുന്ന പരമാവധി സാധനങ്ങൾ എടുത്തുകൊണ്ട് വീട് നമുക്ക് വിട്ടുതരിക. അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. സാർ, പിന്നെ സ്വമേധയാ ഒഴിഞ്ഞു പോകുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത്. മാനേജർ എന്നുള്ള നിലയിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി റഷീദ് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കാം. ഓക്കെ? ഹലോ, നമസ്കാരം. നാട്ടിലുണ്ടോ? വായ്പയോ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. ഹലോ എടീ, ഞാൻ ഉച്ചക്ക് ഭക്ഷണത്തിനുണ്ടാവില്ല. ഇല്ല, ഈവനിങ് ഫ്രീ ആവും. വൈകിട്ട് നമുക്ക് ഒന്നിച്ച് പോവാം. ഓക്കെ? എന്തായി സജിയ കാര്യങ്ങളൊക്കെ? എന്താവാൻ ഒരു വിവരമില്ലെന്ന്. ഇന്നലെ പൊലച്ചക്ക് പോയതാ. ആസ്പത്രിയിൽ അന്വേഷിച്ചോ?
ആസ്പത്രിയിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അന്വേഷിക്കണ്. എന്നാലും ഓൽക്ക് പോലീസ് പരാതി കൊടുത്തൂടെ? ഓനൊരു മോനുണ്ടല്ലോ, ഓനവിടെ പോയി. ആ ചെക്കൻ്റെ കാര്യം പറയാതെ നിൽക്കുന്ന ഭേദം. അവൻ എറണാകുളത്ത് ബാംഗ്ലൂർ ഇങ്ങനെ മ്യൂസിക് എന്ന് പറഞ്ഞ് തെണ്ടി നടക്കാന്ന്. എന്താ ചെയ്യാ? ഓന്റെ പെങ്ങളോ? പാവം, ഓരോ കാര്യമൊക്കെ കഷ്ടത്തിലാ. ഞാൻ അപ്പ വരാട്ടോ. എന്തായി? ഒരു വിവരവും ഇല്ല. ഞാനിന്ന് വീട്ടിൽ പോയിട്ട് വരാം. ആയിഷാത്തെ മോള് ഒന്നും കഴിച്ചില്ല. ഞാൻ പോയിട്ട് കുറച്ച് കഞ്ഞി എടുത്തിട്ട് വരാം. ഞാൻ ഫത്താഹിനെ വിളിച്ചിരുന്നു. അവൻ ബാംഗ്ലൂരാ. എന്നാല് ഞാനൊന്ന് കേറിയിട്ട് വരാം. ആ ശരി. പാവന്റെ ഉപ്പ 10-30 കൊല്ലായി ഗൾഫിൽ കിടന്ന് പാടുവിടാൻ തുടങ്ങിയിട്ട്. ഉണ്ടാക്കിയതിന്റെ 3/4 ഭാഗവും ഓരോരുടെ കുടുംബത്തിന് വേണ്ടിയാ ചെലവാക്കിയത്. ഉപ്പച്ചിട്ട് 2 പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചയച്ചു. ഓരുടെ ഭർത്താക്കന്മാരെ അനിയന്മാരെ എല്ലാരെയും ഗൾഫിൽ കൊണ്ടുപോയത് എൻ്റെ ഉപ്പച്ചിയാ. ആരെ എന്ത് സഹായം ചോദിച്ചാല് ഒരു മടിയും കൂടാതെ എല്ലാരെയും സഹായിക്കും. അനക്കറിയോ, ഉമ്മിച്ചിയുടെ കുടുംബത്തിനെ പോലും രക്ഷപ്പെടുത്തിയത് എൻ്റെ ഉപ്പിച്ചിയ. ഇപ്പൊ വരെ ഉണ്ടാക്കിയത് എല്ലാരെയും രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ്. മോളുടെ ഉപ്പിച്ചിനെ പോലൊരു മനുഷ്യൻ ഈ ദുനിയാവിൽ കാണാൻ പറ്റൂല. എൻ്റെ കാക്കൊക്കെ ഒരു മുസീബത്ത് വരുത്തല്ലേ എൻ്റെ റബ്ബേ.
ഇതല്ലേ റഷീദിന്റെ വീട്? അതെ, ആരെനിക്ക് മനസ്സിലായില്ല. ആ, മെല്ലെ മെല്ലെ. മോളെ കുറച്ച് വെള്ളം എടുക്കും. എന്താ പറ്റിയ നോക്ക എന്നെ കരു പറ്റിയേ. കല്ലായി പാലത്തിന് മുകളിൽ ഒരാൾ താഴേക്ക് ചാടുന്നത് ഞങ്ങളായി കൂടെ പോകുമ്പോഴാണ് കണ്ടത്. രാത്രി ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവായിരുന്നു. പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ചു ചേർത്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തി. പിന്നെ ഓർമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയാൻ പറ്റിയില്ല. കുറച്ചു മുമ്പേ ഓർമ്മ വന്നപ്പോഴാണ് വീട്ടഡ്രസ്സും പേരും ഒക്കെ പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മൂപ്പര് നിർബന്ധിച്ചോണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ ഇപ്പം തന്നെ കൊണ്ടുപോകണം. ഇവിടെ എങ്ങോട്ടേക്കാ പോണത്? ഇവിടെ മോളൊറ്റക്കായി പോവില്ലേ? എന്റെ പൊന്നുമോളാണ്. ഇപ്പച്ചി നമ്മളങ്ങോട്ടെ പോണേ? വാ. അല്ലാതെ എന്താ പരിപാടി? എങ്ങോട്ടാ യാത്ര? നിങ്ങൾ ഇന്ന് ഒറ്റക്കാക്കി മുങ്ങിയില്ലേ? ഞാൻ എന്നെ ഒറ്റക്കാക്കിയിട്ടില്ല, എങ്ങോട്ട് മുങ്ങിയിട്ടില്ല. ഉണ്ടായ കഥകളൊക്കെ പറയാം. വരി, അകത്തേക്ക് അടക്കി. പട്ടായല്ലേ അവിടെ വാ. ആ റഷീദേ,
ഇത് നമ്മളെ മരിച്ചുപോയ അർബാബിന്റെ മോൻ അയച്ച ആളാ, അവരുടെ സെക്രട്ടറിയാ. ഞാൻ അൻസാർ അഹമ്മദ്. അഹമ്മദ് സാലെ പറഞ്ഞതനുസരിച്ച് വന്നിരിക്കുക. എത്രയും പെട്ടെന്ന് 2 ഉരുവിൻ്റെയും പണി പൂർത്തിയാക്കി അത് ദൗക്രൂസ് ആക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട് പ്രത്യേകം, നിങ്ങൾ കാണാതെ നിങ്ങളോട് പ്രത്യേകം നേരിട്ട് പറയാണ് അദ്ദേഹം. Assalamualaikum Rashid and Sridhan. كيف الحال? So come late. I just received an email from Fattah about the musical Uru. I love it. But you know, sorry about the delay because of my father has died. I love everything. The project is good. I love it. Don't worry. I'll send you the money. I'll support you. Masalam. റഷീദേ, സത്യത്തില് ഇപ്പം അർബാബിന്റെ ആള് വന്ന് പറഞ്ഞ് സംഗതിയൊക്കെ ഒരു തീരുമാനമായില്ലേ? ഇതിന്റെ പിന്നിൽ ആരാണെന്നറിയോ? നിങ്ങളെ മോൻ ഫത്താഹാണ്. ഓൻ വന്നിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാനും അതിൽ ചേർന്നു. ആ സമയത്താണ് ഞാൻ മുങ്ങിന്നൊക്കെ നിങ്ങൾ കരുതിയില്ലേ? ആ സമയം. നിങ്ങളെ മോൻ ഒരിക്കലും ഒരു മോശക്കാരനല്ല. ഓൻ വഴി പഴിച്ചിട്ടുമില്ല. ഇനിയെങ്കിലും നിങ്ങൾ വാപ്പി മോനുള്ള അകലം കുറക്കണം.